Hey guys and welcome back to Best Car Picks. നമ്മളെപ്പോഴും ടോപ്പ് 10 വാഹനങ്ങളുടെ സെയിൽ, ടോപ്പ് 10 SUVസിൻ്റെ സെയിലെല്ലാം മന്ത്ലി കണക്കിൽ നോക്കുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 2026 ഫൈനാൻഷ്യൽ ഇയർ, അതായത് 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള ടോപ്പ് 10 SUVസിൻ്റെ സെയിൽസ് ആണ്. ആൻഡ് നമ്മളിതിനെ 25 ഫൈനാൻഷ്യൽ ഇയർ വെച്ച് കമ്പയർ ചെയ്യും. ഓൾറെഡി ടോപ്പ് 10 വാഹനങ്ങളുടെ സെയിൽ ഫൈനാൻഷ്യൽ ഇയർ ചെയ്തായിരുന്നു. ഇത് SUVസിൻ്റെ മാത്രമാണ്. ഏതായാലും നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ ഇപ്പോൾ നമുക്ക് വാങ്ങാവുന്നതിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ ഈ പറഞ്ഞ പുതിയ സ്കോർപിയോൻ ആയിക്കോട്ടെ, XUV7X ആയിക്കോട്ടെ, ഓർ 3X എന്ത് വണ്ടിയാണെങ്കിലും ഇതൊക്കെ വരുന്നതിന് മുന്നേ മഹീന്ദ്ര ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരുന്ന വണ്ടി ബൊലേറോ ആയിരുന്നു. കഴിഞ്ഞ വർഷം ഫൈനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിലും നല്ല സെയിലുണ്ട്. 1,10,136 വാഹനങ്ങൾ സെയിലാണ് 2026 ഫൈനാൻഷ്യൽ ഇയറിന് കിട്ടിയത്. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 94,750 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അതായത് 15,386 വാഹനങ്ങളുടെ വ്യത്യാസം 16.24% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രോത്താണ്. നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്നിരിക്കുന്ന വണ്ടി ഇതാണ് എന്ന് നമുക്ക് പറയാം. പിന്നെ ബൊലേറോ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാ വണ്ടിയിലും ഇൻക്ലൂഡ് ആവും. നോർമൽ ബൊലേറോ ഉണ്ട്, ബൊലേറോ നിയോ ഉണ്ട്, ബൊലേറോ നിയോ പ്ലസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇതിനകത്ത് കൗണ്ടാവും. ഇനി 9th പൊസിഷൻ നിൽക്കുന്ന അടുത്ത വാഹനം കിയയുടെ സോണറ്റ് ആണ്. ഇതിന് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 1,14,142 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഇനി 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 99,805 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അതായത് 14,337 വാഹനങ്ങളുടെ വ്യത്യാസം 14.37% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ബൊലേറോ കഴിഞ്ഞാൽ പിന്നെ അതായത് ഫോർത്ത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി സോണറ്റ് ആണ്. ഭയങ്കര വലിയ ഗ്രോത്ത് പെർസെൻറ്റേജ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും 1,00,000 മുകളിൽ ഒരു വർഷം വണ്ടി വിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു മോശം കണക്കൊന്നുമല്ല. ആൻഡ് കിയ ആണെങ്കിൽ ഇപ്പോൾ ഈ ലിസ്റ്റിൽ സെൽട്ടോസ് ഒന്നുമില്ല. സെൽട്ടോസ് ഇപ്പോഴാണ് ജനറേഷൻ അപ്ഡേറ്റ് വന്നത്. സോണറ്റ് അവർ ഇപ്പോഴും പഴയൊരു ഫേസ് ലിഫ്റ്റ് കൊടുത്തതിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെന്യൂവിൽ കണ്ട പോലെ ഒരു ജനറേഷൻ അപ്ഡേറ്റ് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും സോണറ്റിലും കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി 8th പൊസിഷനിൽ നിൽക്കുന്ന ഇതിൻ്റെ സ്വന്തം സഹോദരനായ നമ്മുടെ വെന്യൂ ആണ്. എന്തായാലും സോണറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വലിയ വ്യത്യാസമില്ല. 1,17,737 വാഹനങ്ങൾ സെയിലേ വെന്യൂവിന് കിട്ടിയിട്ടുള്ളൂ. സോ ജസ്റ്റ് ഒരു 3,500 വണ്ടിയുള്ള ഇൻക്രീസ് ഉണ്ടെന്ന് പറയാം. എന്തായാലും 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 1,19,113 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. 1,376 വാഹനങ്ങളുടെ വ്യത്യാസവും 1.16% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി വെന്യൂ ആണ്. പക്ഷെ എന്നാലും 3 വണ്ടികൾക്ക് ഡീഗ്രോത്ത് ഉണ്ട്. ആൻഡ് ഈ വണ്ടിക്ക് ഡീഗ്രോത്ത് വന്നു എന്ന് പറയുന്നത് അഗൈൻ ഒരു പ്രശ്നമായിട്ട് കാണണമെങ്കിൽ കാണാം. പക്ഷേ ഇനിയിപ്പോഴാണ് ജനറേഷൻ അപ്ഡേറ്റ് കിട്ടിയത്. ഇനിയിപ്പോൾ അടുത്ത വർഷത്തെ 2026 കലണ്ടർ ഇയർ വെച്ചിട്ടുള്ള സെയിൽസ് കണക്ക് വരുമ്പം കുറച്ചുകൂടെ ബെറ്റർ ആവാനാണ് സാധ്യത. കാരണം ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും ഒരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയായിരുന്നു. ഇനി നമ്മുടെ 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ 3 ഡോറും അതുപോലെ 5 ഡോറും, അതായത് താറും താർ റോക്സും ആണ്. ഇതിന് രണ്ടിനും കൂടെ 1,26,261 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ആൻഡ് ഈ വണ്ടിയുടെ പ്രൈസും അതുപോലെ സൈസൊക്കെ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും സെയിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്റ്റബിൾ ആണ്. അതും ഒരു 4x4 ഓപ്ഷനുള്ള ആൻഡ് ലാഡർ ഫ്രെയിം ഷാസിയിൽ വരുന്ന വണ്ടി എന്ന് നോക്കുമ്പം അത്യാവശ്യം നല്ല സെയിലാണ്. ഇതിനും കൂടുതൽ സെയിലുള്ള വേറെ മഹീന്ദ്രയുടെ വണ്ടിയുണ്ട്. ഏതാണ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലേക്കാണ്. പക്ഷേ എന്തായാലും താറിനെ സംബന്ധിച്ച് നോക്കുമ്പം ഇത് കുഴപ്പമൊന്നുമില്ല. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 84,834 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അതായത് 41,427 വാഹനങ്ങളുടെ വ്യത്യാസം 48.83% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ വെച്ചിട്ടുള്ള കണക്കിൽ ഗ്രോത്ത് വന്നിരിക്കുന്ന വാഹനം നമ്മുടെ താർ സീരീസ് തന്നെയാണ്. സോ അഗൈൻ താർ ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട്. ഇനി 6th പൊസിഷൻ നിൽക്കുന്ന അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഈ ടോപ്പ് 10 SUVസിനെ കണക്കെടുക്കുമ്പോൾ മാരുതിയുടെ വണ്ടികൾ ഇതിൽ വളരെ കുറവാണ്. ടോപ്പ് 10 കാർസ് എടുക്കുകയാണെങ്കിൽ അതിൽ 5-6 മാരുതിയുടെ വണ്ടിയെങ്കിലും ഉണ്ടാകും. എനിവേ ഫ്രോങ്സിന് 1,72,263 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ കിട്ടിയത്. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 1,66,216 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 6,147 വാഹനങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. ആൻഡ് 3.7% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഫ്രോങ്സ് ആണ്. പക്ഷേ അഗൈൻ കുറ്റം പറയാൻ പറ്റില്ല. അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സെയിൽസ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. 1,70,000 എന്ന് പറയുമ്പോൾ അഗൈൻ നമുക്ക് മോശം സെയിൽസ് ആണെന്നും പറയാൻ പറ്റില്ലല്ലോ, കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി താറിൻ്റെ അവിടെ പറഞ്ഞ പോലെ തന്നെ മഹീന്ദ്രയുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ഇപ്പോഴും സ്കോർപിയോനും അതുപോലെ സ്കോർപിയോ മറ്റേ നോർമൽ ക്ലാസിക് വണ്ടിയാണ്. ഇതിന് രണ്ടിനും കൂടെ കഴിഞ്ഞ വർഷം 1,78,800 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 1,64,842 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അതായത് സെയിൽ കൂടിയിട്ടുണ്ട്. 13,958 വാഹനങ്ങളുടെ വ്യത്യാസവും 8.47% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഭയങ്കര വലിയ ഗ്രോത്ത് റേറ്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി ഈ ഒരു വാഹനത്തിന് ഇതിൻ്റെ സൈസും അതുപോലെ പ്രൈസും 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ടോപ്പ് എൻഡിൽ പോകുന്നുണ്ട്. സോ അത്രയും വിലയുള്ള വണ്ടിയെ സംബന്ധിച്ച് നോക്കുമ്പം ഈ സെയിൽ എന്ന് പറഞ്ഞാൽ ഗംഭീര സെയിലാണ്. ഈ പ്രൈസ് പോയിന്റിൽ ഇത്രയും പ്രൈസുള്ള വേറൊരു വണ്ടിയും നിങ്ങൾക്ക് മുകളിലേക്ക് പോയാലും താഴത്തേക്ക് പോയാലും ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ മഹീന്ദ്ര എല്ലാ കൊല്ലം ഇതിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും പതുക്കെ കൂട്ടുന്നുണ്ട്. ഈവൻ ഇതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഫീച്ചേഴ്സും പിന്നെ സ്പേസും എല്ലാം വരുന്ന മോണോകോക്ക് ഷാസിയിൽ വരുന്ന XUV7X പോലും ഇതിലും കൂടുതൽ സെയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അത് ഓൾമോസ്റ്റ് സെയിം പ്രൈസിലാണ് വരുന്നത്.
എനിവേ ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ബ്രസ്സയാണ്. ഇതാണ് മാരുതിയുടെ ആകപ്പാടെ ലിസ്റ്റിലുള്ള രണ്ട് വണ്ടികൾ. 1,80,104 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ കിട്ടിയത്. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 1,89,163 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. അതായത് 9,059 വാഹനങ്ങളുടെ വ്യത്യാസവും 4.79% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ബ്രസ്സയാണ് എന്ന് പറയാം. ആൻഡ് ബ്രസ്സയ്ക്ക് 2022 ശേഷം പ്രത്യേകിച്ച് വലിയ അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ലാസ്റ്റ് ഫേസ് ലിഫ്റ്റ് കിട്ടിയത്. പക്ഷേ ഇതിൻ്റെ കൂടെയുള്ള കോമ്പറ്റീഷനിൽ ബാക്കി വണ്ടികൾക്കെല്ലാം ഒരുപാട് അപ്ഡേറ്റ്സ് കിട്ടി, ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ വന്നു, ഒരുപാട് പവർ ടൺ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് ബാക്കിലായിട്ട് നിൽക്കുകയാണ്. സ്റ്റിൽ സെയിൽസിന് അതങ്ങനെ ബാധിച്ചിട്ടൊന്നുമില്ല, കാരണം വെന്യൂ സോണറ്റ് ഇതെല്ലാം താഴെ തന്നെയാണ് നിൽക്കുന്നത്. ഏതാണ് ടോപ്പ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് മുന്നേ തേർഡ് പൊസിഷൻ നിൽക്കുന്നത് നമ്മുടെ ടാറ്റയുടെ പഞ്ചാണ്. ഇതിന് കഴിഞ്ഞ മാസം 1,83,980 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഇനി നമ്മുടെ 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 1,96,567 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അതായത് 12,587 വാഹനങ്ങളുടെ വ്യത്യാസവും 6.4% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് നമ്മുടെ ടാറ്റയുടെ പഞ്ച്. ഈ വണ്ടിക്ക് 2024-25 ആ സമയത്ത് സ്റ്റാർട്ടിംഗ് വരെയൊക്കെ അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടായിരുന്നു. 25ൻ്റെ പകുതി 25 തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഇത് പതുക്കെ ഒന്ന് സെയിൽ ഡള്ളാവാൻ തുടങ്ങിയത്. എന്തായാലും ഇപ്പോൾ ഈ 26 തുടങ്ങിയപ്പോൾ തൊട്ട് അത്യാവശ്യം സെയിൽ വീണ്ടും തിരിച്ചു പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നവർ അത്യാവശ്യം നല്ല ചേഞ്ചസ് ഈ വണ്ടിയിൽ വരുത്തിയല്ലോ. സോ അത് നല്ലൊരു കാര്യമാണ്. ഇനി സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്ന നമ്മുടെ അടുത്ത വാഹനം ഹ്യുണ്ടായുടെ ക്രെറ്റ ഇലക്ട്രിക്കുമാണ്. ഇതിന് കഴിഞ്ഞ മാസം 2,01,921 വാഹനങ്ങൾ സെയിലാണ് വന്നത്. ആൻഡ് 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 1,94,871 വാഹനങ്ങൾ സെയിലാണ് വന്നത്. അതായത് കമ്പയർ ചെയ്യുമ്പം 7,050 വാഹനങ്ങളുടെ വ്യത്യാസവും 3.62% ഗ്രോത്ത് റേറ്റും ഉണ്ട്. സെക്കൻഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ് ഇപ്പോഴും കിട്ടുന്നത്. ആൻഡ് ഗ്രോത്ത് പെർസെൻറ്റേജ് ആണെങ്കിലും ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് ഇതിനാണ്. പക്ഷേ അത് നമുക്ക് ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റില്ല, കാരണം 2 ലക്ഷത്തിന് മുകളിൽ സെയിൽ വന്നിട്ട് പിന്നെ ഗ്രോത്ത് പെർസെൻറ്റേജ് ഇല്ല ഓർ കൺസിസ്റ്റൻറ്റ് സെയിലാണെന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ അത് മോശമല്ലോ. ആൻഡ് 2025 ഫൈനാൻഷ്യൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റിൽ ഇതിന് ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്, ഡീഗ്രോത്ത് അല്ല. സെൽറ്റോസിൻ്റെ ജനറേഷൻ മാറി, സിയറ വന്നു, അങ്ങനെ കുറേ പുതിയ ഡസ്റ്റർ വന്നു. എന്നിട്ടും ഈ വണ്ടിക്ക് ഇനി ഒരു ജനറേഷൻ അപ്ഡേറ്റ് പെൻഡിങ് ആണ്. 2027 വരുള്ളൂ. സ്റ്റിൽ ഇത്രയും സെയിൽ കിട്ടുന്നുണ്ട്. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ആണ്. 2025 ഈ വണ്ടിയുടെ സെയിൽ കുറച്ച് കുറവായിരുന്നു. 26 കയറിയപ്പോഴേക്കും നെക്സോൺ പിന്നെയും തിരിച്ച് കയറിയിട്ടുണ്ട്. അവർ പ്രത്യേകിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടൊന്നുമില്ല, എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്നാലും സെയിൽസ് പഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിന് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 2,16,054 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. ആൻഡ് 2025 ഫൈനാൻഷ്യൽ ഇയറിൽ കുറവായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ 1,63,087 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 52,967 വാഹനങ്ങളുടെ വ്യത്യാസവും 32.48% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ താർ റോക്സും അതുപോലെ താറും കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും നെക്സോൺ EV ഒക്കെയാണ്. ഇനി ഈ പെർട്ടിക്കുലർ വണ്ടി എടുക്കാതെ ടോപ്പ് 10 കാർസ് എടുക്കുകയാണെങ്കിലും നമ്പർ 1 ഡിസയർ ആയിരുന്നു, സെക്കൻഡ് നെക്സോൺ ആയിരുന്നു. സോ വലിയ വ്യത്യാസമൊന്നുമില്ല SUVസും അതുപോലെ ബാക്കി വണ്ടികൾ മൊത്തത്തിൽ എടുക്കുമ്പം. സോ ഗൈസ്, ഇതാണ് കഴിഞ്ഞ വർഷം ഫൈനാൻഷ്യൽ ഇയറിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള ടോപ്പ് 10 SUVസിൻ്റെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായം ഇതിൽ എന്താണെന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.